ഹലോ ഫ്രണ്ട്സ്, കഥകളുടെ മാന്ത്രിക ലോകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഥ നടക്കുന്നത് ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപാണ്. മനുഷ്യൻ ആഹാരത്തിന് വേണ്ടി മൃഗങ്ങളെ വേട്ടയാടി കഴിഞ്ഞിരുന്ന കാലം. തണുപ്പ് കാലം വരുന്നത് കാരണം ആഹാരം ശേഖരിച്ചു വെക്കാൻ വേണ്ടി വേട്ടയ്ക്കിറങ്ങിയതായിരുന്നു ഈ ഒരു കൂട്ടം ജനങ്ങൾ. അവരുടെ തലവനാണ് തൗ എന്ന് പറയുന്നയാൾ. അങ്ങനെ ഒരിടത്ത് കൂടി നിന്ന മൃഗങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കൂട്ടം അവരുടെ നേരെ പായുന്നു. എന്നാൽ അതിനിടയിലാകട്ടെ ഒരു മൃഗം ഈ തൗവിന്റെ മകനായ കീടയുടെ പിറകെ പോവുകയാണ്. കീട പേടിച്ചോടാൻ തുടങ്ങി. ആ മൃഗം അവന്റെ പിറകെ തന്നെ കൂടിയിട്ടുണ്ട്. അവൻ ഓടുന്നത് ആ മൃഗമാകട്ടെ അതിന്റെ കൊമ്പിൽ കോർത്ത് കീടയെ കുഴിയിലേക്ക് എറിയാൻ പോകുന്ന കണ്ടിട്ട് തൗ അതിനെ എറിഞ്ഞു വീഴ്ത്തുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ കീടയാകട്ടെ താഴേക്ക് പോവുകയാണ്. പിന്നീട് കഥ കാണിക്കുന്നത് ഒരാഴ്ച മുൻപത്തെ സ്റ്റോറിയാണ്. ഇവരെങ്ങനെയാണ് ഇവിടേക്ക് എത്തിപ്പെട്ടതെന്ന്. തണുപ്പ് കാലത്തേക്കുള്ള ആഹാര ശേഖരണത്തിന് വേണ്ടി എല്ലാവരും പോവുകയാണ്. ആ കൂട്ടത്തിലേക്ക് കീടയെ കൂടി കൊണ്ടുപോകണോ, അത് അപകടമല്ലേ എന്ന് അവന്റെ അമ്മ പറയുന്നുണ്ട്. എന്നാൽ തൗ പറയുന്നുണ്ട് അവനിതെല്ലാം പഠിക്കേണ്ട സമയമായിരിക്കുന്നുവെന്ന്. അങ്ങനെയാണ് പിറ്റേന്ന് തൗവും കീടയും ഉൾപ്പെടുന്ന സംഘം വേട്ടയ്ക്കിറങ്ങി പോകുന്നത്. ഒരുപാട് ദൂരം സഞ്ചരിച്ച അവരാകട്ടെ കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു സ്മാരകത്തിന്റെ അടുത്തെത്തിയിരിക്കുന്നു. അവരുടെ പൂർവികരുണ്ടാക്കിയതാണ് ആ സ്മാരകം. അവിടെ വെച്ച് വേട്ടയ്ക്കിറങ്ങിയ മറ്റൊരു സംഘത്തെ അവർ കാണുന്നുണ്ട്. അന്ന് രാത്രി അവരെല്ലാവരും ആ സ്മാരകത്തിന്റെ അടുത്ത് അന്തിയുറങ്ങുന്നു. പിറ്റേന്ന് രാവിലെ ആയപ്പോൾ 2 സംഘങ്ങളും രണ്ടിടത്തേക്ക് വേട്ടയ്ക്കിറങ്ങി പോകുന്നു. പോകുന്ന വഴിയെല്ലാം വളരെയധികം അപകടം പിടിച്ചതാണ്. ഇങ്ങനെ വേട്ടയ്ക്ക് പോയ അവരുടെ പൂർവികർ ഒരുപാട് പേർ വഴിമധ്യേ മരണമടഞ്ഞിട്ടുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ആ സ്മാരകം അവിടെ ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെ കുറെ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ അവരൊരു മൃഗത്തെ കാണുന്നു. കുന്തം കൊണ്ട് അതിനെ എറിഞ്ഞു വീഴ്ത്തുന്നു. എന്നിട്ട് അതിന്റെ കഴുത്തറുത്ത് കൊല്ലാൻ കീടയോട് തൗ ആവശ്യപ്പെടുന്നു. കീടയ്ക്കാകട്ടെ ആ മൃഗത്തെ കൊല്ലാൻ സാധിച്ചില്ല. അവൻ കത്തി താഴെയിട്ട് പിന്നോട്ടു മാറി. ഇത് കണ്ട് കീടയോട് അവന്റെ അച്ഛൻ തൗ പറയുന്നുണ്ട്, ഈ കാടിനൊരു നിയമമുണ്ട്. ശക്തിയുള്ളവൻ ദുർബലനെ കീഴ്പ്പെടുത്തിയാണ് മുന്നോട്ട് പോകുന്നത്. നീ ഇങ്ങനെ ദുർബലനായി കഴിഞ്ഞാൽ എങ്ങനെയാണ് നിന്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്? അന്ന് രാത്രി അവരെല്ലാവരും ചേർന്നിട്ട് ആ മൃഗത്തെ പാകം ചെയ്ത് ഭക്ഷിക്കുന്നു. എന്നാൽ എവിടെ നിന്നോ വന്നൊരു കടുവയാകട്ടെ അവരുടെ കൂട്ടത്തിൽ ഒരാളെ കടിച്ചെടുത്തുകൊണ്ട് ഓടിപ്പോകുന്നു. അയാളെ രക്ഷിക്കാൻ അവർക്ക് സാധിച്ചില്ല. പിറ്റേന്ന് രാവിലെ അയാളുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് അവരവിടെ ഒരു ചെറിയ കല്ല് കൊണ്ട് സ്മാരകമുണ്ടാക്കുന്നു. അങ്ങനെ വീണ്ടും അവർ കാട്ടിലേക്ക് ഇറങ്ങിയെങ്കിലും അവർക്ക് വേണ്ടുന്ന ഒന്നിനെയും തന്നെ അവർക്ക് കിട്ടിയില്ല. രാത്രിയായപ്പോൾ അവിടെയുള്ള ഒരു ഗുഹയിൽ അവർ അഭയം പ്രാപിക്കുന്നു. കീടയുടെ കയ്യിലാകട്ടെ തൗ കുറച്ച് നക്ഷത്രങ്ങളുടെ ടാറ്റു ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവന്റെ കൈ ആകാശത്തേക്ക് ഉയർത്തിപ്പിടിക്കുന്നു. അവന്റെ കയ്യിൽ അതേ നക്ഷത്രങ്ങൾ ആകാശത്തും ഉണ്ടായിരുന്നു. നീ എപ്പോഴെങ്കിലും കൂട്ടം തെറ്റിപ്പോയി കഴിഞ്ഞാൽ ആ നക്ഷത്രങ്ങളെ പിന്തുടർന്ന് പോയാൽ മതി, നിനക്ക് വീടെത്താൻ സാധിക്കും. അങ്ങനെ പിറ്റേന്ന് രാവിലെ അവർ വീണ്ടും വേട്ടയ്ക്കിറങ്ങുമ്പോഴാണ് ആ മൃഗങ്ങളുടെ കൂട്ടത്തെ കാണുന്നതും അതിനെ ആക്രമിക്കുന്നതും. അതിലൊരു മൃഗം കീടെ ഓടിക്കുന്നതും അവൻ ആ കുഴിയിലേക്ക് വീഴുന്നതും തുടക്കത്തിൽ തന്നെ കാണിച്ചല്ലോ. വീണ്ടും ആ സീനിലേക്ക് വരികയാണ്. എന്നാൽ ആ കുഴിയിലെ ചെറിയൊരു പാറക്കഷ്ണത്തിൽ പിടിച്ചു തൂങ്ങി നിൽക്കുകയായിരുന്നു അവൻ. മുകളിൽ നിന്ന് തൗവാകട്ടെ അവനെ വിളിക്കുന്നുണ്ട്. എങ്ങനെയെങ്കിലും അവനെ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു അവർ. എന്നാൽ അവന്റെ കൈ വഴുതി അവൻ വീണ്ടും താഴേക്ക് പോകുന്നു. പാറക്കൂട്ടങ്ങളിൽ ഇടിച്ചിടിച്ച് അവൻ താഴേക്ക് പോയി അവിടെ ഉണ്ടായിരുന്നൊരു ചെറിയ വിടവിൽ വീഴുന്നു. അവന്റെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. മുകളിൽ നിന്ന് തൗവാകട്ടെ അവനെ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ടിരുന്നു. ഇതൊന്നും കീട കേൾക്കുന്നില്ല. അവനെ രക്ഷിക്കാൻ താഴേക്കിറങ്ങാൻ ശ്രമിച്ച തൗവിനെ എല്ലാവരും മുകളിലേക്ക് വലിച്ചു കയറ്റുന്നു. നിങ്ങൾ ഞങ്ങളുടെ നേതാവാണ്. കീട ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. അവൻ മരിച്ചിരിക്കുന്നു എന്ന് കരുതുക. ഞങ്ങളെ എല്ലാവരെയും സുരക്ഷിതമായി വീട്ടിലെത്തിക്കുക എന്നുള്ളത് നിങ്ങളുടെ ചുമതലയാണ്. അതുകൊണ്ട് നിങ്ങളും താഴേക്ക് പോയി കഴിഞ്ഞാൽ അപകടമാണ്. ഒരുപാട് നേരം അവനെ അവിടെ വിളിച്ചുകൊണ്ടിരുന്നെങ്കിലും അവനൊന്നും ഉണർന്നില്ല. അവൻ മരിച്ചു എന്ന് അവർ വിശ്വസിക്കുന്നു. അത് കാരണം അവന് വേണ്ടി ചെറിയൊരു സ്മാരകം അവിടെ ഉണ്ടാക്കി വെച്ചിട്ട് അവരെല്ലാവരും തിരിച്ചു പോകുന്നു. കുറച്ചു കഴിയുമ്പം കീടയുടെ ശരീരത്തിലേക്ക് ഒരു കഴുകൻ വന്നിരിക്കുന്നു. അവൻ മരിച്ചു എന്ന് കരുതി ആ കഴുകൻ അവനെ ആഹാരമാക്കാൻ തുടങ്ങിയതും അവൻ പെട്ടെന്ന് കണ്ണു തുറക്കുന്നു. ആ കഴുകനെ താഴേക്കെടുത്തെറിഞ്ഞ ശേഷം അവൻ തന്റെ അച്ഛനെ വിളിക്കാൻ തുടങ്ങി. എന്നാൽ അവിടെയെങ്ങും ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവൻ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവന്റെ കാലിന് നന്നായിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. അത് കാരണം മുകളിലേക്ക് കയറാനും വയ്യ, താഴേക്ക് ഇറങ്ങാനും വയ്യ. ആ വിടവില് പിടിച്ച് അവൻ കുറെ നേരം നിൽക്കാൻ തുടങ്ങി. താഴേക്ക് വീണ് കഴിഞ്ഞാൽ മരിച്ചു പോകും. അത്രയ്ക്ക് വലിയ കുഴിയാണ്. കുറച്ചു കഴിയുമ്പോൾ മഴ പെയ്യാൻ തുടങ്ങി. അവശനിലയിലായ അവനാകട്ടെ ഒരുപാട് നേരം എങ്ങനെയൊക്കെയോ അവിടെ പിടിച്ചു നിന്നു. കുറച്ചു കഴിയുമ്പോൾ താഴെ കൂടി വലിയ രീതിയിൽ വെള്ളം ഒഴുകാൻ തുടങ്ങി. ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി അവൻ ആ വെള്ളത്തിലേക്ക് ചാടാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അവൻ താഴേക്ക് ചാടുന്നു. കുറച്ചു കഴിയുമ്പോൾ ഒരു നദിക്കരയിൽ അവന് ബോധം തെളിയുന്നു. അവൻ തന്റെ കാലെല്ലാം തന്നെ കമ്പ് കൊണ്ട് വെച്ച് കെട്ടുന്നു. അങ്ങനെ അവൻ എങ്ങനെയൊക്കെയോ പരിക്ക് പറ്റിയ കാലുമായിട്ട് മുകളിലേക്ക് എത്തുമ്പോഴേക്കും അവന് വേണ്ടി അവർ ഒരുക്കി വെച്ചിരുന്ന ആ ഒരു സ്മാരകം കാണുന്നു. അവരെല്ലാവരും ഇവിടെ നിന്ന് പോയി എന്ന് അവന് മനസ്സിലായി. അവശനായിരുന്ന അവൻ അന്ന് രാത്രിയാകട്ടെ ഒരു മരത്തിന്റെ മുകളിലാണ് കിടക്കുന്നത്. പിറ്റേന്ന് രാവിലെ ആകട്ടെ അവൻ കുറച്ച് വെള്ളം കുടിക്കാൻ പോകുന്ന സമയത്ത് കുറേയധികം ചെന്നായ്ക്കൾ അവനെ ആക്രമിക്കുന്നു. പേടിച്ചുപോയി അവനാകട്ടെ ആ മരത്തിന്റെ നേരെ ഓടുന്നു. മുകളിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും ഒരു ചെന്നായി അവന്റെ കാലിൽ പിടിച്ചിരുന്നു. അത് തന്നെ വിടുന്നില്ല എന്ന് കണ്ടപ്പോൾ കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് അവൻ അതിനെ മുറിവേൽപ്പിച്ചിട്ട് മുകളിലേക്ക് കയറുന്നു. രാത്രി മുഴുവൻ ആ ചെന്നായ്ക്കൾ അവന് വേണ്ടി താഴെ തന്നെ കാത്തിരിക്കുകയായിരുന്നു. എന്നാൽ അവൻ താഴേക്ക് ഇറങ്ങിപ്പോയില്ല. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോഴാകട്ടെ ആ ചെന്നായ്ക്കളെല്ലാം തന്നെ പോയിരുന്നു. ഒരു ചെന്നായി മാത്രം അവിടെ കിടപ്പുണ്ട്. തലേന്ന് രാത്രി മുറിവേൽപ്പിച്ച ആ ചെന്നായി
ചെന്നായ. താഴേക്കിറങ്ങി വന്ന് അതിനെ കൊല്ലാൻ അവന് ശ്രമിച്ചെങ്കിലും അതിന്റെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ അതിനെ കൊല്ലാൻ അവന് തോന്നിയില്ല. അവൻ ആ ചെന്നായെ എടുത്തുകൊണ്ട് അടുത്തുള്ളൊരു ഗുഹയിലേക്ക് പോകുന്നു. തന്നെ ഉപദ്രവിക്കാതിരിക്കാൻ അതിന്റെ വായ അവന് കൂട്ടിക്കെട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ചെടികളൊക്കെ പറിച്ചുകൊണ്ട് വന്നിട്ട് അതിന്റെ മുറിവ് വെച്ച് കെട്ടാനുള്ള മരുന്നുണ്ടാക്കുന്നു. അവൻ വെള്ളം കുടിക്കുന്ന കണ്ടിട്ട് ആ ചെന്നായയും അതിന്റെ മുഖത്തെ കെട്ടഴിക്കുന്നു. അവൻ അതിന്റെ അടുത്തേക്ക് വെള്ളവും കൊണ്ട് വന്നപ്പോൾ ആദ്യതാകട്ടെ അവനെ കണ്ട് ദേഷ്യപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് വെള്ളം തരാനാണ് കീട വരുന്നതെന്ന് അത് മനസ്സിലാക്കി. കീട കൊടുത്ത വെള്ളം ചെന്നായ ആർത്തിയോടെ കുടിക്കുന്നു. തന്റെ ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് കീടയാകട്ടെ കുറച്ച് പുഴുക്കളെ തിന്നുന്നുണ്ടായിരുന്നു. അവനത് ആ ചെന്നായിക്കും കൊടുക്കുന്നുണ്ട്. പതിയെ പതിയെ രണ്ടുപേർക്കും പരസ്പരമുള്ള പേടി മാറി. രണ്ടുപേരും ക്ഷീണിതരായതുകൊണ്ട് അന്ന് രാത്രിയും അവരവിടെ തന്നെ കഴിച്ചുകൂട്ടുന്നു. രാത്രിയിൽ അവനവന്റെ കയ്യിലെ നക്ഷത്രങ്ങളെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെയും നോക്കുന്നു. അച്ഛൻ പറഞ്ഞ കാര്യം അവൻ ഓർമ്മ വന്നു. ആ നക്ഷത്രങ്ങളെ പിന്തുടർന്ന് വീട്ടിലേക്കെത്താം. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ കീടയാകട്ടെ ആ ചെന്നായോട് പറയുന്നുണ്ട്, ഞാൻ എന്റെ വീട്ടിലേക്ക് പോവുകയാണ്. മഞ്ഞുകാലം വരാൻ പോവുകയാണ്. അതിനു മുൻപ് എനിക്ക് വീടെത്തണം. നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോളാൻ. എന്നാൽ ആ ചെന്നായ അതൊന്നും കേൾക്കാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്. ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവൻ നടക്കാൻ തുടങ്ങി. ഈ ചെന്നായ അവനെ തന്നെ പിന്തുടരാൻ തുടങ്ങി. നീ എന്തിനാ എന്റെ പിന്നാലെ വരുന്നതെന്ന് പറഞ്ഞിട്ട് അവൻ പലതവണ അതിനെ ആട്ടി ഓടിക്കാൻ നോക്കി. എന്നാൽ അത് പോയതേയില്ല. അവനെ തന്നെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ കുറെ ദൂരം നടന്നു കഴിയുമ്പോൾ ആ ചെന്നായ ആകട്ടെ ഒരു മൃഗത്തിനെ ആക്രമിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവന് നന്നായിട്ട് വിശക്കുന്നുണ്ടെന്ന് കീടയ്ക്ക് മനസ്സിലായി. കയ്യിലുണ്ടായിരുന്ന പുഴുക്കളെ അവൻ അതിന് കൊടുക്കുന്നു. ഇത്തവണ ചെന്നായ അവന്റെ കയ്യിൽ നിന്ന് തന്നെ ആ പുഴുക്കളെ തിന്നുന്നു. അവർ തമ്മിൽ അത്രയധികം അടുത്തിരുന്നു. അങ്ങനെ കീട ആ ചെന്നായിക്ക് ആൽഫ എന്ന് പേരിട്ടു. പിന്നെ അവർ രണ്ടുപേരും ചേർന്നിട്ടാണ് ആഹാരത്തിന് വേണ്ടി ചെറിയ മൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്നത്. വേട്ടയാടിയ ആ ചെറിയ മുയലിനെ അവർ രണ്ടുപേരും ചേർന്നിട്ട് രാത്രിയിൽ കഴിക്കുന്നു. അന്ന് രാത്രി രണ്ടുപേരും ഒരുമിച്ച് കിടന്നാണ് ഉറങ്ങിയത്. പിറ്റേന്ന് രാവിലെ കീടയുടെ മുഖമെല്ലാം ആൽഫ നക്കി തുടയ്ക്കുന്നുണ്ടായിരുന്നു. നിന്റെ ശരീരത്തിൽ നിന്നും വല്ലാത്ത ദുർഗന്ധം വരുന്നുവെന്ന് കീട ആൽഫയോട് പറയുന്നുണ്ട്. എന്നിട്ട് അവർ രണ്ടുപേരും കുളിക്കാൻ പോവുകയാണ്. വെള്ളത്തിലിറങ്ങാൻ മടി കാണിച്ചു നിന്നിരുന്ന ആൽഫയെ അവൻ വെള്ളത്തിലേക്ക് എടുത്തിടുന്നു. അങ്ങനെ പിന്നീട് കീട അവന്റെ വീട് ലക്ഷ്യമാക്കി ആൽഫയുടെ കൂടെ യാത്ര തിരിച്ചു. ദിവസങ്ങൾ കടന്നുപോയി. ശൈത്യകാലം എത്തി. ഇപ്പോഴും അവർ ഒരുമിച്ച് തന്നെയാണ് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം രാത്രി ഇവർ രണ്ടുപേരും തീകാഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് മറ്റൊരു ചെന്നായി വരുന്നു. എന്നാൽ അത് ആൽഫയുടെ കൂട്ടുകാരനായിരുന്നു. നീ നിന്റെ കുടുംബത്തിലേക്ക് തിരിച്ചു പോയിക്കൊള്ളാൻ കീട അവനോട് പറയുന്നു. ഒരുപാട് നേരം മടിച്ചു നിന്ന ആൽഫ അവസാനം ആ ചെന്നായുടെ കൂടെ എങ്ങോട്ടേക്കോ പോകുന്നു. അങ്ങനെ പിറ്റേന്ന് രാവിലെ വീണ്ടും കീട തനിയെ യാത്ര ആരംഭിക്കുന്നു. നല്ല രീതിയിൽ മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. അവന് സഹിക്കാൻ കഴിയാത്തത്ര തണുപ്പാണ്. അവൻ വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ അവൻ മുന്നോട്ട് പോകുമ്പോൾ കുറച്ചു ദൂരെയാകട്ടെ വേട്ടയാടിയ ഒരു മൃഗത്തെ കുറച്ച് ചെന്നായ്ക്കൾ ചേർന്ന് കഴിക്കുന്നത് കാണുന്നു. അതിൽ ആൽഫയും ഉണ്ടായിരുന്നു. അവന്റെ കൂട്ടുകാരാകട്ടെ അവനെ ആഹാരം കഴിക്കാൻ സമ്മതിക്കുന്നില്ല. ഇത് കണ്ട് കീട ആൽഫ എന്ന് വിളിച്ചുകൊണ്ട് അതിന്റെ അടുത്തേക്ക് ഓടി ചെല്ലുകയായിരുന്നു. എന്നാൽ അത് തണുത്തുറഞ്ഞ ഒരു ജലാശയമായിരുന്നു. മുകളിലുള്ള മഞ്ഞുപാളി പൊട്ടി അവൻ താഴേക്ക് വീഴുന്നു. അതിനുള്ളിൽ കുടുങ്ങിപ്പോയി അവനെ ആൽഫ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ആൽഫ എത്ര ശ്രമിച്ചിട്ടും ആ മഞ്ഞുപാളി തകർക്കാൻ അവന് സാധിച്ചില്ല. അവസാനം കീട തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് മഞ്ഞുപാളി കുത്തിപ്പൊട്ടിച്ച് മുകളിലേക്ക് വരുന്നു. ശരീരമാകെ നനഞ്ഞ കാരണം അവൻ തണുത്തുറഞ്ഞു നിൽക്കുകയാണ്. തണുത്ത് മരിക്കാതിരിക്കാൻ അവൻ തീ കൂട്ടുകയും തന്റെ നനഞ്ഞ വസ്ത്രങ്ങൾ മാറ്റിയിട്ട് ആൽഫയെ കെട്ടിപ്പിടിച്ച് ആ തീയുടെ അടുത്ത് കിടക്കുകയും ചെയ്യുന്നു. പിറ്റേന്ന് രാവിലെ കീട ആൽഫയും വീണ്ടും നടക്കാൻ ആരംഭിച്ചപ്പോൾ ദൂരെ ഒരാൾ ഇരിക്കുന്നത് കാണുന്നുണ്ട്. അവൻ സന്തോഷത്തോടെ ഓടി അവിടേക്ക് ചെല്ലുമ്പോഴാകട്ടെ അയാൾ തണുത്തുറഞ്ഞ് മരിച്ചിരിക്കുകയായിരുന്നു. അയാളുടെ കയ്യിലുണ്ടായിരുന്ന വില്ലു എടുത്തുകൊണ്ട് അവൻ വീണ്ടും യാത്ര ആരംഭിക്കുന്നു. അങ്ങനെ കുറെ ദൂരം മുന്നോട്ട് പോയി കഴിയുമ്പോൾ മഞ്ഞ് പ്രദേശത്തുള്ള കുറെ മൃഗങ്ങൾ ഇവരെ ആക്രമിക്കാൻ വരുന്നു. പേടിച്ചു പോയി അവർ രണ്ടുപേരും ഓടി ഒരു ഗുഹയിലേക്ക് കയറുന്നു. എന്നാൽ ആ ഗുഹയാകട്ടെ ഒരു കടുവയുടേതായിരുന്നു. ആ കടുവ കീടയെ ആക്രമിക്കാൻ തുനിഞ്ഞതും ആൽഫ അതിന് നേരെ ചാടുന്നുണ്ട്. അങ്ങനെ ആ കടുവയും ആൽഫയും തമ്മിൽ വലിയ ഫൈറ്റ് നടക്കുകയാണ്. അതിന്റെ കീടയാകട്ടെ അമ്പെയ്ത് ആ കടുവയെ കൊല്ലുന്നു. പക്ഷെ ആൽഫയ്ക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. പിറ്റേന്ന് രാവിലെ അവർ വീണ്ടും യാത്ര ആരംഭിക്കുന്നു. അങ്ങനെ തണുപ്പിനെ അതിജീവിച്ച് അവർ ആ സ്മാരകത്തിന്റെ അടുത്തെത്തുന്നു. തങ്ങൾ പോകുന്ന വഴി കറക്റ്റ് ആണെന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ വീണ്ടും കുറെ ദൂരം മുന്നോട്ട് പോയപ്പോഴേക്കും ആൽഫ അവശ നിലയിലായി. അതിന് നടക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കീട ആൽഫ എടുത്തിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങി. കുറെ ദൂരെ യാത്ര ചെയ്തപ്പോഴേക്കും അവനും തളർന്നു. ബോധമില്ലാതെ അവനും അവിടെ വീണു. പെട്ടെന്ന് അവന്റെ സ്വപ്നം കാണുന്നു. വേട്ടയ്ക്കിറങ്ങുന്നതിന് മുൻപ് അവന്റെ അച്ഛനും അമ്മയും സംസാരിക്കുന്ന കാര്യങ്ങൾ. കീട നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. അവന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരുപാട് കഴിവുകളുണ്ട്. അവൻ ശക്തനാണ്, അവൻ ദുർബലനല്ല. ഇതെല്ലാം അവന്റെ അച്ഛൻ അവന്റെ അമ്മയോട് പറയുന്നതാണ് അവൻ സ്വപ്നം കാണുന്നത്. താൻ ഈ അവസ്ഥ തരണം ചെയ്ത് വീട്ടിലെത്തിച്ചേരുമെന്ന് അവൻ ഉറച്ചു വിശ്വസിക്കുന്നു. അവൻ വീണ്ടും ആൽഫ എടുത്തിട്ട് നടക്കാൻ ആരംഭിക്കുന്നു. അവസാനം അവൻ അവന്റെ വീട്ടുകാരെ കണ്ടെത്തുക തന്നെ ചെയ്യുന്നു. ആൽഫയുടെ
എടുത്തുകൊണ്ടുവരുന്ന കീടയെ കണ്ട് അവരെല്ലാവരും അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. അവനെ കണ്ടതും അവന്റെ അച്ഛനും അമ്മയും അവിടേക്ക് ഓടിയെത്തുന്നു. അവൻ ആൽഫയുടെ നേർക്ക് കൈ ചൂണ്ടിയിട്ട് പറയുന്നുണ്ട് അവനെ രക്ഷിക്കാൻ. അവർ രണ്ടുപേരെയും എല്ലാവരും ചേർന്ന് ശുശ്രൂഷിക്കുന്നു. കുറെ കഴിഞ്ഞ് അവന് ബോധം തെളിയുമ്പോൾ അവന്റെ അടുത്ത് ആൽഫയും കിടപ്പുണ്ടായിരുന്നു. അവിടെ ഉണ്ടായിരുന്നൊരു സ്ത്രീ ആകട്ടെ ഒരു ചെറിയ ചെന്നായിക്കുട്ടിയെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. ആൽഫ പ്രഗ്നന്റ് ആയിരുന്നു. അവൾ കുറച്ച് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിരിക്കുന്നു. അവൾ ഗർഭിണിയാണെന്നുള്ള കാര്യം കീടയ്ക്ക് അറിയില്ലായിരുന്നു. പിന്നീട് കാണിക്കുന്നത് അവർ രണ്ടുപേരും ഒരുമിച്ചിരിക്കുകയും അവരുടെ അടുത്തായിട്ട് ആൽഫയുടെ കുട്ടികൾ കളിക്കുന്നതുമാണ്. ആൽഫ അവരുടെ കൂട്ടത്തിൽ ഒരാളായി. കുറെ നാളുകൾക്ക് ശേഷം വേട്ടയ്ക്കിറങ്ങുന്ന അവരോടൊപ്പം ആൽഫയും അതിന്റെ കുടുംബവും ഉണ്ടായിരുന്നു. മൃഗങ്ങളെ വേട്ടയാടി മാത്രം ജീവിച്ചിരുന്ന മനുഷ്യൻ പിന്നീട് അതിനെ ഇണക്കി വളർത്താനും തുടങ്ങി. അങ്ങനെ പുതിയൊരു കാലഘട്ടത്തിന്റെ ആരംഭമായി. ഇവിടെ ഈ മൂവി അവസാനിക്കുന്നു. മൂവിയുടെ എക്സ്പ്ലനേഷൻ എങ്ങനെയുണ്ടായിരുന്നു എന്ന് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.